ഓടി എന്തായി കൊറേ ഡോറുകൾ ഒരുപാട് ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് 5 ദിവസങ്ങൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ 40 മിനിറ്റിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകും. സോ ഇങ്ങനെ ലൈവ് സംസാരിച്ചിട്ടുള്ള വ്ളോഗ് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത പരിപാടിയാണ്. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എന്തായാലും പറയണം. അപ്പൊ ഇപ്പൊ സമയം രാവിലെ 7 മണിയാണ് കേട്ടോ. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. നമ്മൾ ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവൾ ഇപ്പോഴും നല്ല ഉറക്കമാണ്. അങ്ങനെ നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തി തുമ്മലും തുടങ്ങി. എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ വന്ന് തുടങ്ങി. എങ്ങനെ ഞാൻ ഇനി 3 ദിവസം ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നാൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന സിന്ധി ഒരു പാർക്കാണ്. വന്നപ്പോ തന്നെ കല്യാണി ചേച്ചി, ഉണ്ണിയും അൻവറും പിന്നെ നമ്മുടെ അപ്പുക്കുട്ടനും കൂടെ അങ്ങോട്ടേക്ക് ഓടി. അവിടെ ഇരുന്ന് പിന്നെ കുറെ നേരം കളിയായിരുന്നു. ഇവിടെ ചെറിയ പിള്ളേർ കുറെ ഉണ്ട്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് വീടുണ്ട്. അവർക്ക് കളിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെയാണ് എത്തിയേക്കുന്നത്. അപ്പൊ അവിടെ മുന്നേ ഉണ്ടായ ആളുകൾ ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അപ്പാർട്ട്മെന്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു. അപ്പൊ നേരെ വരുമ്പോൾ തന്നെ നല്ല അടിപൊളി സോഫയും പിന്നെ ഒരു TV ഒക്കെ ഒരു ലിവിംഗ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇതിനോട് നേരെ തന്നെയായിട്ട് നമ്മുടെ ഒരു കിച്ചൺ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജും ഓവനും സ്റ്റവും എല്ലാ സാധനം ഉണ്ട്. ഇതിനോട് ചേർന്ന് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിന്റെ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇത് അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ അവിടെ കൂടെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു കോമൺ ബാത്റൂം ആണ്. അപ്പോൾ ഒരു ബെഡ്റൂമിന് ബാത്റൂം ഇല്ല കേട്ടോ. അതായത് ഞാനും നീതും കൂടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് രാത്രി. അപ്പോൾ ആ റൂമിനാണ്, ഈ റൂമിനാണ് ബാത്റൂം. പിന്നെ അപ്പുറത്ത് 2 റൂമും കൂടി ഉണ്ട് കേട്ടോ. അറിയില്ല, എനിക്ക് അവരോട് സംസാരിക്കാൻ അറിയില്ല. അവിടെ ഇരിക്കാനാ ആ സ്റ്റെപ്പില്. അച്ഛനെ വിളിച്ചിട്ടുണ്ട് കൊച്ചല്. അപ്പുക്കുട്ടൻ ഇവിടെ വന്ന പാടെ ഇവിടെ പാർക്കിൽ കളിക്കാൻ വന്ന പിള്ളേരോട് കമ്പനി ആയിട്ട് അവന്റെ കൂടെ അവിടെ പാർക്കിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നല്ല തണുപ്പായിരുന്നു. പിന്നെ കുറച്ചു നേരം മുന്നേ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇവിടെ ബാൽക്കണി ആട്ടോ. അവിടെ ഇത് ഡോറ് തുറന്നിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്റെ വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ കോലത്തിലായിരിക്കും നിങ്ങൾ എന്നെ ഇവിടെ കാണാൻ പോകുന്നത്. ഞാൻ ആകെ 2 നൈറ്റ് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഡൽഹിയിൽ ഒരു ദിവസം ഒരു നൈറ്റ് മാത്രമേ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. ഈ സെയിം ഡ്രസ്സ് ആയിരുന്നിട്ട് ഞാൻ അന്നിട്ടിട്ടുണ്ടായിരുന്നത്. ഉറങ്ങിയപ്പോൾ മാത്രമേ അത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നു. പിന്നെ വേറെ അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ വേറെ ഒരു ഡ്രസ്സ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് ലഗേജ് കയ്യിൽ കൊണ്ടുപോകുന്ന ഇഷ്ടമില്ല. ഇതെല്ലാം ചുമന്നുകൊണ്ട് നടക്കണ്ടേ. ഞാനിത് പറയാൻ കാരണം നിറം വീട്ടിലിടുന്ന പോലത്തെ നൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ട് ഒരു വൃത്തിയില്ലാണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള കമന്റ്സ് ഞാൻ എവിടെയൊക്കെയോ കണ്ടായിരുന്നു. പിന്നെ എന്റെ ഉറങ്ങി എണീറ്റ ഫേസും ടയേർഡ് ആയിട്ടുള്ള ഫേസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് കാണിക്കാൻ, എന്റെ ഫേസ് അങ്ങനെയാണ്. പുറത്ത് നല്ല വെയിലുണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ട്. അപ്പൊ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ആ ഒരു സ്വെറ്ററും ജീൻസും ഉണ്ടല്ലോ, ജീൻസ് ഞാനൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചു, തോർത്ത് ഒന്ന് വെയിൽ കൊള്ളിച്ചു. പക്ഷേ ഈ സ്വെറ്റർ ഞാൻ കഴുകി അലക്കി വിരിച്ച് ഇടുന്നതാണ് കേട്ടോ കാണുന്നത്. കാരണം എനിക്കിത് പോകുമ്പോൾ ഇത് തന്നെയാണ് ഇടാനുള്ളത്. വേറൊരു സെറ്റ് ടോപ്പും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോകുമ്പോൾ നമ്മൾ ട്രെയിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കാറ്റടിച്ചിന് എനിക്ക് എങ്ങാനും എനിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്വെറ്റർ തന്നെ ഇടാന്ന് വിചാരിച്ചിട്ട് 3 ദിവസം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണക്കി എടുത്തത്. അപ്പോൾ തിരിച്ചു പോകുന്ന ദിവസം ഞാൻ ഈ സെയിം ഡ്രസ്സ് തന്നെ ഇടാന്ന് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ സൈഡിലേക്കുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. അവിടെ കുറെ ശരിക്കും തീപ്പെട്ടിക്കൂടെ അടുക്കി വെച്ചേക്കുന്ന പോലെ ആയിട്ട് ഇവിടെയുള്ള വീടുകൾ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ വിശന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഫുഡിന്റെ റീൽസ് ഒക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ട് അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിക്കണം, അത് വേറെ കാര്യം. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മാഗി പോലെയുള്ളത് കഴിക്കാനായിട്ട്. രക്ഷയില്ലാത്ത തണുപ്പിന്റെ ദൈവമേ, മഞ്ഞ് വീഴുന്ന സമയത്ത് എങ്ങനെയാണ് വന്നിരുന്നേക്ക് എല്ലാവരുടെ വീഡിയോയിൽ ഞാൻ വരുന്നേ. ഹായ് പറയാവേ, എന്തൊരു തണുപ്പടോ. അപ്പൊ മഞ്ഞാവുമ്പോ മഞ്ഞുള്ള സമയത്ത് നമ്മളിവിടെ മഞ്ഞിനോട് പറഞ്ഞ് ക്രൂര കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്ര അപ്പൊ പിന്നെ അന്ന് മറ്റേ എന്തുമായിരിക്കും അതിന് ജാക്കറ്റ് ഒന്നും പറ്റത്തില്ല. ഇല്ലില്ല, ഇത്തവണ നോക്കിയാലേ നേർന്ന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇഷ്ടംപോലെ ഡ്രസ് ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ തണുപ്പില്ലാത്ത ഒരാളേ ഉള്ളൂ, അപ്പുക്കുട്ടൻ. വന്നിട്ട് ആ ജാക്കറ്റ് ഞാൻ ഉരിക്കോട്ടെ. അയ്യോ തണുക്കുന്നേ. ഇനിയെങ്കിലും അങ്ങേരോടൊന്ന് പറ, വഴി കാണിച്ചു തന്നിട്ട് നടക്കാൻ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ വണ്ടിച്ചേട്ടൻ ഒരു സ്റ്റെപ്പ് ഉള്ള സ്ഥലത്താട്ടോ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പൊ സ്റ്റെപ്പ് കയറാൻ പറഞ്ഞു. സ്റ്റെപ്പ് കയറി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് ഹോട്ടൽ മലയുടെ മണ്ടയ്ക്കാണെന്ന്. കുറച്ചങ്ങ് കയറി ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പെട്ടു എന്ന്. പക്ഷെ ഇത് സൈഡിലൊക്കെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാ അറ്റത്ത് നിന്ന് താഴെ നട്ട് നമ്മൾ ഇത്രയും കയറി വന്നത്. ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നാണ് കയറി വന്നത്. കാരണം അത്രയും ടയേർഡ് ആയി പോയിട്ട് ഇത്രയും സ്റ്റെപ്പ് കയറി.
അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി കയറി പോകുന്നവരും പ്രേതാലയം പോലെ പൂട്ടിയിട്ട കുറെ വീടുകൾ, ഇരുട്ടായ വഴികൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു ഹൊറർ മൂവി എഫക്റ്റ് ആയിരുന്നു. ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോരോ വഴികള്, കുറെ ഡോറുകൾ പൂട്ടിയിട്ടേക്കുന്ന, കുറെ ജനലുകള്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ നടന്ന സ്റ്റെപ്പ് മുഴുവൻ കയറി തീർത്ത് പൊക്കത്തെത്തിയപ്പോഴേക്കും അൻവർ ഫ്ലാറ്റ് ആയിട്ടിട്ടായിരുന്നിട്ട്. കാരണം അവന് ശ്വാസം മുട്ടലുള്ളതാണ്. അപ്പൊ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് എത്തിയത്. നിനക്ക് ചെവി മാത്രം കവറായാൽ മതി എന്നാണെങ്കിൽ ഇത് മതി. ഞങ്ങൾ ക്യാപ്പൊക്കെ മേടിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരെ കാണാനില്ല. ഞങ്ങളല്ല, അവരെ കാണുന്നില്ല. അവരെല്ലാരും കൂടെ വേറെ എവിടെയോ കയറിയ സമയത്താണ് ഞങ്ങൾ രണ്ടാളും കൂടെ വഴി തെറ്റി ഇവൾക്ക് ക്യാപ്പല്ല ചെവിയിൽ വെക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി പോയത്. പിന്നെ അവരെ എവിടെ വെച്ചോ ഞങ്ങൾ കണ്ടുമുട്ടി. ഇവിടെ കുറെ പട്ടികളുണ്ട്, എല്ലാത്തിനും ഭയങ്കര രോമമാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഈ ഒരു കട കണ്ടു കേട്ടോ. മിക്ക കടകളും ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും രാത്രിയായിട്ട് അവരങ്ങനെ അത്രയും ലേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാറില്ല. പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ ഈ കടയിലാണെങ്കിൽ ഫുൾ ഇങ്ങനെ വൂളൻ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ മിക്കതും യൂസ്ഡ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയതും. റേറ്റ് കുറച്ചൊക്കെ നമുക്ക് കിട്ടില്ലേ, അങ്ങനെയുള്ളൊരു സംഗതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെസിയയ്ക്ക് 2 ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കേർട്ട്, ജീൻസ്, പിന്നെ അങ്ങനത്തെ ടോപ്പും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേയൊക്കെ നല്ലതായിരുന്നു, കുറേയൊക്കെ ഇങ്ങനെ അഴുക്കും ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യക്കുഞ്ഞല്ലേ പല്ല് മരവിക്കുന്നു. ഇവളെങ്ങനെ ഐസ് കഴിക്കുന്നതാണോ? നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വന്ന വഴിയിലല്ല പോകുന്നത്, വേറെ വഴിയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ സ്ലോപ്പ് ചെയ്യണം, നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റും. മറ്റേ വഴി പോലെയല്ല, മറ്റേതിങ്ങനെ ഭയങ്കര ഇടുങ്ങിയ വഴിയായിരുന്നില്ല. ഇത് കുറച്ചിങ്ങനെ വണ്ടി കയറുന്ന പോലെയുള്ള വഴികളായിട്ട്. ഇവിടെ നിറയെ പട്ടികളൊക്കെ ഉണ്ട്, പേടിയായിട്ട് വയ്യ. അങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഇതേപോലെ കുറേ വീടുകളിൽ ഇങ്ങനെ വെട്ടം നല്ല അടിപൊളിയായിട്ട് കാണാറുണ്ട്. നമ്മളിത് നേരിട്ട് കാണണം, ഫോണിൽ കണ്ട അത്ര ഒരു ഭംഗി തോന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ ഒരു കടയിൽ കയറി കുറച്ച് മാഗി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ടാ. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അവിടെ ബാക്കിയുള്ള വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും ഏത് അലവലാദികളാണ് ഈ നേരത്തെ ഇങ്ങനെ ഒച്ചയും ബഹളോട്ട് വന്നേക്കുന്നതെന്ന്. അത്രയും ബഹളത്തിലാണ് നമ്മൾ വന്ന് കയറിയത്. അപ്പോൾ ആ ഡേ അങ്ങനെ കഴിഞ്ഞു. നമ്മളിത് പിറ്റേ ദിവസമാണ്, അതായത് ഷിംലയിലെ ഡേ 2. അയ്യോ, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ എവിടെയാണുള്ളത് എന്ന് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഷിംലയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും കല്യാണി ചേച്ചി മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പാലെടുക്കാൻ പറഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഇന്നലെ നമ്മൾ പാലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ വെക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ചായ വെക്കുന്ന രീതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ചേച്ചി വെക്കുന്ന രീതിയിലല്ല എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഈ പരിസരത്ത് ചായ വെച്ച് കണ്ടിട്ടുള്ളത്. ചേച്ചി ഇങ്ങനെ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് അതിനകത്തേക്കാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ഇവിടെ ആവശ്യത്തിന് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ വെള്ളം ഒഴിക്കുള്ളൂ. എന്നിട്ടാണ് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മാഗി നേരത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടും അത് തണുക്കാൻ ഇരുന്നത് കൊണ്ടും ചേച്ചി എന്നോട് പറഞ്ഞു, നീ കഴിച്ചോ, ബാക്കി ഇല്ലെങ്കിൽ വെച്ചോണ്ടിരുന്നാൽ ഭയങ്കര കട്ടയായി പോകില്ലെന്ന്. അങ്ങനെ ഞാൻ മാഗിയൊക്കെ കഴിച്ചു. തിരിച്ച് മറച്ചൊക്കെ വെച്ചിട്ട് മാസായിട്ട് നടന്നു വരും. എവിടെ വരെ എത്തിയിട്ട് ആരും ഒന്നും അങ്ങനെ നമ്മൾ മാഗിയും ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണേ. നമ്മൾ 2 വണ്ടിക്കാണോ പോകുന്നത്? ഇന്നലേക്ക് നമ്മൾ വലിയ വണ്ടിക്കാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് 2 വണ്ടിയായിട്ടാണ് വന്നേക്കുന്നത്. വലിയ വണ്ടി കിട്ടിയില്ല. അപ്പോൾ കല്യാണി ചേച്ചി ഫാമിലി ആയിട്ട് ആ മുന്നിലത്തെ വണ്ടിയിൽ പോയി. ഞങ്ങൾ 3 ഈ വണ്ടിയിലാട്ടോ കയറിയത്. നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഏതോ ഒരു മലയുടെ താഴ്വരയാണ്. നമ്മൾ അത്രയും താഴത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് നടന്നൊന്നും കയറാനായിട്ട് പറ്റില്ല കേട്ടോ, ശീലം ഇല്ലാത്തവർക്ക്. നമ്മളെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ദൂരെ നിന്ന് നോക്കിയാൽ മഞ്ഞ് കാണാമെന്നാണ് പറയുന്നത്. ഓ, ഈ കാറില് അൻവറുണ്ട്, നീതുണ്ട്, ഞാനുണ്ട്. ഇനി ഫ്രണ്ടിൽ പോകുന്ന ആ കാറില് കല്യാണി ചേച്ചി ആൻഡ് ഫാമിലി ആണുള്ളത്. കാരണം അവർ ഫ്രണ്ടിൽ പോയിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ സി ചേട്ടനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ആണി. പുള്ളി എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടാണ് പുള്ളി എവിടെ ഇറങ്ങുന്നോ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അവര് നേരെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കാണ്. നമ്മൾ മുന്നേ പറഞ്ഞില്ല, തീപ്പെട്ടിക്കൂട് അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ വീടുകൾ ഇരിക്കുന്നത്. നല്ല രസമില്ല പക്ഷെ കാണാനായിട്ട്. സോ ഗൈസ്, നമ്മുടെ വണ്ടിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ ഗ്രീൻ വാലി, ഈ സ്ഥലത്തിന് ഗ്രീൻ വാലി എന്നാട്ടോ പറയാൻ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. സോ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ പോവാണേ. തണുപ്പുണ്ട്, എന്നാ നല്ല വെയിലും ഉണ്ട്. ചൂടുള്ള വെയിലാണ് കേട്ടോ, എന്നാ തണുത്ത കാറ്റും ഉണ്ട്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടേ ഞാൻ കല്യാണി ചേച്ചി എവിടെ നോക്കിക്കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പൊ അൻവർ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ലാന്ന്. പെട്ടെന്ന് നോക്കിയപ്പോ വേറെ ഏതോ ഒരു വേഷത്തിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവത്തില്ല എന്ന് ചോദിച്ച ഒരാള് വന്നേ. അയാളുടെ ബാക്കപ്പ് കാണുന്നത് നല്ല രസമുണ്ടല്ലേ. പക്ഷേ ചേച്ചിയുടെ ഔട്ട്ഫിറ്റിന് സെറ്റ് ആയിട്ടുണ്ട്. വെരി നൈസ്.
അപ്പോൾ ഇതാണ് ഗ്രീൻ വാലി. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫോണിൽ കാണുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, പക്ഷേ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. ഇത് നമ്മൾ നോക്കിയപ്പോഴേക്കും അവിടെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. എങ്ങോട്ടോ പോകുന്ന റോഡ്. ബാഗ് ഓടിക്കണോ? അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വണ്ടി കയറിയിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുഫ്രിയിലാണേ. ഇപ്പൊ കോട്ടെടുക്കണം അല്ലേ? കോട്ടെടുക്കണം തണുക്കാൻ തുടങ്ങി. ഞാൻ വലിയ കാര്യത്തിൽ ചുരിദാറൊക്കെ ഇട്ട് ഷോ കാണിക്കാൻ കൈ മൊത്തം സാധനങ്ങളായി. നമ്മള് പറഞ്ഞാ കൈ വീശി നടന്നാ മതി കല്യാണി ചേച്ചിക്ക്. ഇപ്പൊ നോക്കടി, ഇതെന്തോ ഞാൻ തുണി അലക്കാൻ കൊണ്ടുവന്നോ. ഇപ്പൊ നമ്മൾ ഓഫ് റോഡ് പോവാന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജെമിനിയിലാണ് കയറിയിരിക്കുന്നത്. ഇതും 2 വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നേ വന്ന വണ്ടി അവിടെ കിടക്കുന്നു. അവർ പോയോന്ന് എനിക്ക് അറിയില്ല ഇപ്രാവശ്യം. പക്ഷെ അപ്പുക്കുട്ടൻ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അങ്ങനെ വലിയ കുലുക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കാട് പോലെയുള്ള ഒരു സ്ഥലത്ത്, പക്ഷെ നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കുണ്ടല്ലോ, ഞാൻ അപ്പുറത്തെ സൈഡിലായി പോയി. അപ്പോൾ ഫുൾ ആ സൈഡ് മലയായിരുന്നു. ഇവർക്കായിരുന്നു ഇപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഈ സ്ഥലമാണ് നമ്മൾ മുന്നേ അവിടെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോഡ് സൈഡിൽ നിർത്തിയില്ലേ. ഈ മരങ്ങളാണ് നമ്മൾ ആ റോട്ടിൽ നിന്ന് ദൂരെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തത്. പക്ഷേ ഇത്രയും നാളെ എനിക്ക് തന്നെ ഒരു 4.5 വർഷം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് അല്ലാതെ ഫോട്ടോസ് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. ഈ മരങ്ങൾ കണ്ടോ, നമ്മൾ ക്രിസ്മസിന് വെക്കുന്ന സാധനമാട്ടോ ഇത്. ക്രിസ്മസ് ട്രീ ആയിട്ട് വെക്കുന്നത് കണ്ടോ, നല്ല രസമില്ലേ? ഈ സ്ഥലത്തിന് എനിക്ക് പേഴ്സണലി 2 പ്രത്യേകതകളാണ് കേട്ടോ തോന്നിയത്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ കൂടെ നന്നായിട്ട് പൊടി പറക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് മഞ്ഞായിരിക്കുന്നു, മീൻസ് ആ ഫോഗായിരിക്കുന്നതാണ്. പക്ഷെ ഓരോ വണ്ടി താഴെ കൂടെ പോകുന്നതോറും ഇവിടെ നന്നായിട്ട് പൊടി പറക്കുന്നുണ്ട്. പിന്നെ കൈയൊക്കെ നന്നായിട്ട് മരവിച്ച് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലുള്ള തണുപ്പാണ്. അവർക്ക് കുറച്ചുകൂടെ താഴെ ആട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഗൈഡോ എനിക്ക് ഡ്രൈവേഴ്സോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഇവിടെ 2 പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കാരണം നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് അറിയണമല്ലോ. ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ്. കിളികളുടെ സൗണ്ട്. ഞാൻ അവിടെ ഫോണൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാ. മരവിച്ചിട്ട് എനിക്ക് ചുണ്ടൊക്കെ അധികം ഇങ്ങനെ വഴങ്ങാത്ത പോലെ തോന്നുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീനറിയിൽ ഇത് കാണാൻ പറ്റില്ലായിരുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്നോഫോൾ തുടങ്ങും. അപ്പോൾ പിന്നെ അത് വേറൊരു ഭംഗിയാണ്. അത് നല്ല ഭംഗിയായിരിക്കും. ശരിക്കും നമ്മൾ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത്. പക്ഷേ ഇപ്പോൾ മഞ്ഞ് കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇത് നല്ല കിടുക്കാച്ച് സീനറിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വേറെന്തോ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റേതായിട്ടുള്ള അടയാളങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വല്ല കുതിരയുടെയോ യാക്കിൻ്റെയോ ഒക്കെ ആയിരിക്കും. ഇതേ കണ്ട കൂട്ടിയിട്ടിട്ടുണ്ട്. വേറൊരു സാധനം മരത്തിൻ്റെ എന്തോ കായാണ്. ഞാനിതൊരു കുരുമുളകാന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ഇതൊരു വള്ളിച്ചെടിയാണ്. ഇവിടെ താഴെ കിടന്ന് കിട്ടിയത്. വല്ല ചൊറിയുന്ന എന്തെങ്കിലും ആണോന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ വിത്ത് കാണാൻ എന്ത് രസമാണ് നോക്കി. നല്ല രസമില്ല. വിത്തായിരിക്കും മേ ബി, എനിക്ക് അറിഞ്ഞൂടെ എന്താ സാധനം എന്നുള്ളത്. പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ തന്നെ ഇട്ടേക്കാം. പക്ഷെ ഞാൻ ഇത് കൊണ്ടുപോകും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഈ കാണുന്നതെല്ലാം നല്ല ഒറിജിനൽ ക്രിസ്മസ് ട്രീസ് ആണെന്നാണ് ഒരു നിഗമനം. അതായത് പൈൻ മരം അല്ലേ? അല്ലാതാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്നോന്ന് ആലോചിച്ച് നോക്കി. എന്ത് ഭംഗി. എവിടെ പോയാലും നല്ല ചെടികൾ കണ്ട് എനിക്കൊരു കൊമ്പ് ഒടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. സൂപ്പർ സ്ഥലം. അയ്യോ, എവിടെ കൂടെ ഇറങ്ങാൻ പറ്റില്ല. നേരെ അങ്ങ് പോയി മുള്ളിൽ ഇപ്പോൾ ഉടക്കി കിടന്നേനെ എല്ലാം കൂടെ. അങ്ങനെ നമ്മൾ പെറുക്കിയെടുത്ത സാമഗ്രികളുമായിട്ട് വണ്ടി കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാ സാധനത്തിന് ഒരു കറയുണ്ട് എന്ന്. അതിന്റെ കയ്യിൽ മുഴുവൻ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുവായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എന്തോ പണി നടക്കുവാണ്. ടക് 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 സൗണ്ട് ഒക്കെ ഉണ്ട്. സ്റ്റെപ്പ് ഫാമിങ്ങോ ടെമ്പിളോ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നല്ല പൊരിഞ്ഞ വെയിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് എത്തിയേക്കുന്നത് സ്റ്റെപ്പ് ഫാമിംഗ് ഉള്ള സ്ഥലത്താണ് കേട്ടോ. പൊരിഞ്ഞ വെയിൽ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 12:30 1 മണി ആ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ഇത് ഫുള്ളി എനിക്കൊന്നും എന്നെ കാണാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോയില്. നല്ല പൊടിയുണ്ട്. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. കുറച്ചങ്ങ് ഉള്ളിലേക്ക് പോയാലെങ്കിലും പച്ചപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുമായിരുന്നു. എനിക്കൊന്നും വിന്റർ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഹാർവസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ളി ഒരു കുന്ന് മുഴുവൻ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡിൽ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ വെയിലും വിശപ്പും ടയർഡ്നെസ് ഒക്കെ ആയിട്ട് തലവേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗ്യാസ് കയറി, അല്ലെങ്കിൽ സമയത്തും എന്താ വിശക്കുമ്പോൾ ഫുഡ് കഴിച്ചില്ല എന്നാണെങ്കിൽ എനിക്ക് തലവേദന വരും. കല്യാണി ചേച്ചി ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഒരു കരച്ചിൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ നമ്മൾ സമാധാനിപ്പിച്ചിരുത്തേക്കും കേട്ടോ. കാരണം കല്യാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് അൻവറിന്റെ കണ്ണട പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവിടെ മേലെ ഒരു കുരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആ മരത്തിന്റെ കുറെ ഉണക്ക കമ്പുകൾ താഴേക്ക് വീണോണ്ടിരിക്കുവായിരുന്നു.
കരയേണ്ട ചേച്ചി സാരമില്ല പോട്ടെ അത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചിരുത്തേക്കുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് നമുക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ സാധനം, ഇതിനെ കുറിച്ചായിരുന്നു കരച്ചത്. അങ്ങനെ ഇപ്പൊ നമ്മൾ നിന്ന സ്ഥലത്തിന്റെ നേരെ പുറത്തായിട്ട് ഗേറ്റിന് പുറത്തായിട്ട് ഇങ്ങനെ ചായയും മാഗിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് മാഗി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന സ്പോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പായി വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ചില സമയത്ത് അങ്ങനെ തണുപ്പുണ്ടാവില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണ്. ചില സമയത്ത് അങ്ങ് തണുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. മീൻസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്കുള്ള ചായയാണ് ദേശം തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാഗിക്കോടെ 70 രൂപ. ആ ചായ ഞാൻ നമുക്കാന്ന് തെറ്റിദ്ധരിച്ചു ഗിസ്. അത് വേറെ ആൾക്കാർക്കാണ്. നമ്മളിനിയും കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. എനിക്കാണോ? ഞാൻ കഴിച്ചോട്ടെ, ഞാൻ കുടിച്ചോട്ടെ പ്ലീസ്. എനിക്ക് വിശക്കുന്നു. 70 രൂപ ഒരു മുട്ടയ്ക്ക്. 70 രൂപ കൊടുത്തൊരു പുഴുങ്ങിയ മുട്ട വാങ്ങാൻ നിനക്ക് താല്പര്യമുണ്ടോ? അത്രയ്ക്ക് ഞാൻ റിച്ച് അല്ല. പ്ലീസ് നോ, പ്ലീസ് നോ. നല്ല തണുപ്പത്ത് ചായ കുടിക്കാൻ എന്ത് സുഖാന്നറിയോ. മസാല ചായ ആണല്ലേ, മസാല ചായ ആണോ ഇത്? 70 രൂപയുടെ മുട്ടയുടെ ഒരു പീസാണ് ഞാനിപ്പോ കഴിക്കാൻ പോണേ. 70 രൂപയുടെ പുഴുങ്ങിയ മുട്ടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ പുഴുങ്ങിയ മുട്ടയുടെ ടേസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാഗി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗി. ഇതിന് 70 രൂപയായിരുന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ എൻ്റെ മാഗി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നിട്ട് ഒരു പ്ലേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇവരുടെ പാത്രത്തിൽ നിന്നൊക്കെ കുറച്ച് എനിക്ക് തന്നെ വിശപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല തണുപ്പത്ത് നിന്നിട്ട് ഈ ചൂട് മാഗി കഴിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ, എൻ്റെ സാറെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതവരുടെ ലാംഗ്വേജ് ആടാ. ഇപ്പൊ പോകുന്ന സ്ഥലത്തേക്ക് കയറണം എന്നാണെങ്കിൽ ഒരാൾക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. അതാണ് നമ്മളിപ്പോ കൊടുത്തത്. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അതെ, ഇവന് ടിക്കറ്റ് ഇല്ല. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോയപ്പോൾ ഇപ്പോഴും നമ്മൾ ഓഫ് റോഡ് തന്നെയാണ് പോയത്. എന്നാലും കൂടുതലും നേരെയുള്ള വഴികൾ തന്നെയായിരുന്നു. ഈ സൈഡിൽ കാണുന്നത് ആപ്പിൾ തോട്ടമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടോ. ഡെസ്റ്റിനേഷനിൽ ആദ്യം തന്നെ എത്തി. അവര് കുറച്ച് ലേറ്റ് ആയിട്ടാ വരുന്നുണ്ട് വണ്ടി കയറി വരുന്നുണ്ട്. ഇല്ല അവിടെ നിർത്തിയിട്ടേക്കുവാ. ഞാൻ തുമ്മാൻ തുടങ്ങി. നല്ല പൊടിയാ എന്ന് വെച്ചാൽ നല്ല പൊടിയാ. അതിന്റെ കൂടെ ചെറിയ ചൂടുള്ള വെയിലും തണുപ്പും. എന്നെ ഒന്നിടല്ലേടാ. അതാരാ? കണ്ണമോനല്ല, അയ്യോ കേറാൻ പോണോ? പോയി നോക്കി നിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ആള് കേറുവേ. എനിക്ക് പക്ഷെ പേടിയാ. ഈ സ്ഥലം ഓൾസോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. മാത്രമല്ല ഇവിടെ കുറെ കടകളുണ്ട്, ഇവിടെ കുറെ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ യാക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണി ചേച്ചി നേരെ അതിന്റെ ഫ്രണ്ടിലേക്ക് പോയി നിന്നിട്ട് കേറാൻ പോകണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പേടിയായിരുന്നു. പുള്ളിക്കാരി എന്നെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെയും കൂടെ കേറ്റിച്ചിട്ടാ. നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആവുക, പേടിയൊക്കെ ഓവർകം ചെയ്യും. ഓക്കെ മാറ്. ഞാനതിന് കയറി ഇപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ അതിന്റെ കൂടെ സെൽഫി എടുക്കുന്നു. അത് പാടായിരിക്കും. എനിക്ക് കയറുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നിട്ട്. പിന്നെ ഇവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ധൈര്യത്തിലാണ് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ കയറിയിരിക്കുമ്പോഴും അതിങ്ങനെ ശ്വാസം വലിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോഴേക്കും എനിക്ക് പേടി ഉണ്ടായിരുന്നിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ തലയിൽ ഹാറ്റ് വെക്കാനായിട്ട് തരും, തോക്ക് തരും. എന്തായാലും കയറി കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു പേടി അങ്ങ് മാറി കിട്ടി. ഈ സാധനം അവൾ അതിന്റെ പുറത്ത് കയറാൻ പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാട്ടോ. കല്യാണ ചേച്ചിയാണ്. അടുത്തത് കുതിരപ്പുറത്ത് കയറാവേ. അപ്പൊ ഒന്ന് അനങ്ങും. അപ്പൊ ചെറിയ നമുക്കൊരു അയ്യോ ഇത് എനിക്ക് ശ്വാസം വലിക്കുന്ന ആ ഒരു കിട്ടിയിട്ട് എനിക്ക് പേടിയായിട്ട് സാരമില്ല. പോടി. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. നമ്മൾ ഈ കുന്ന് കയറുന്ന സമയത്ത് നമ്മളുടെ ഇവിടേക്കുള്ള ഒരു മഞ്ഞ കളറിലെ പൂവില്ലേ, അതിന്റെ ചെറുത് ദേ ഇവിടെ നിൽക്കുന്നത് കണ്ടുട്ടോ. ഇവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം എടുത്തു. ഒരു കുന്നിന്റെ മേലേക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ആക്ച്വലി ആ മങ്കി ക്യാപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിയാലേ. വെറുതെ പൈസ കളയണ്ടല്ലോ വിചാരിച്ചിട്ടാ. എടി നിന്റെ സാധനം എടുത്തോ. എടുത്തോ കിരീടം എടുത്തു. എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര ചമ്മലാട്ടോ. അതുകൊണ്ട് ഞാൻ നോർമലി ഇങ്ങനെ സംസാരിച്ചോണ്ടുള്ള വീഡിയോസ് എടുക്കാത്ത. ഇങ്ങനെ കൈയൊക്കെ പൊക്കെ പിടിച്ച് സംസാരിക്കണ്ടേ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ചമ്മലെ കുറച്ച് മാറിയത്. പിന്നെ ഈ ഒരു സ്ഥലത്തും കൂടെ ആയിരിക്കും. നമുക്കറിയാവുന്ന ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് ഷിംലയിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്നാട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് ടെലസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ സംഭവങ്ങൾ കാണാമെന്നാണ് പറയുന്നത്. ഞാൻ എന്തൊക്കെയോ കണ്ടായിരുന്നു, എന്തൊക്കെയോ ബിൽഡിംഗ് അവരിങ്ങനെ വെച്ച് തരും. നമുക്ക് തൊപ്പി വെച്ച് ചേട്ടന്മാർ 2-3 പേരുണ്ട്, അവർ നമുക്ക് വെച്ച് തരും. അപ്പൊ നമുക്ക് അതിൽ കൂടെ നോക്കാം. എല്ലാവരും ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പൊ ഞാനും മുടിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. എന്റെ ഫോണിൽ ചാർജ്
ചാർജ് തീർന്നു. സോ ഞാൻ കുത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ കുറച്ചു നേരം. ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് തണുപ്പ് കൂടാൻ തുടങ്ങി. കണ്ട ജാക്കറ്റ് ഇടുന്ന ഐസ് പോലെ ഭയങ്കര ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. ഇപ്പഴല്ലേ, ഇനിയിപ്പൊ നാളെ എല്ലാം പോകും കിട്ടാൻ. ഇപ്പൊ വൈകിട്ടായിട്ട സമയം ഒട്ടും തണുക്കുന്നില്ല എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ വരെ ജാക്കറ്റ് ഇട്ടു. പറ്റുന്നില്ല, അത്രയും മരവിച്ചു പോയി കൈ. നമ്മൾ ആ ടെലസ്കോപ്പിൽ കൂടെ നോക്കിയ സ്ഥലമാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. അതിന്റെ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ഭയങ്കര തണുപ്പായി വരുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചായ ഓരോന്ന് കുടിക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ എല്ലാവരും ചായ കുടിക്കില്ല. നീതു നമ്മുടെ ഉണ്ണി ചായ കുടിക്കില്ല കേട്ടോ. അതേ നോക്കി കൈയൊക്കെ പർപ്പിൾ ഷെയ്ഡാണ്. എനിക്ക് തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റൂല കേട്ടോ. എന്റെ കൈ ഭയങ്കരമായിട്ട് മരവിച്ചു പോയിട്ടുണ്ടായിരുന്നു. 5:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് രാത്രി ആവാൻ പോകുന്ന പോലെയുള്ള ഫീൽസ്. നമ്മള് തിരിച്ചു പോകാനായിട്ട് പോവാണ്. നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൈ വെറുതെ ചോര. ഇപ്പൊ പിന്നെയും കുറച്ചും കൂടി കുറഞ്ഞു. ചുണ്ടൊക്കെ മരവിച്ച് കൈ അനക്കാൻ പക്ഷെ ഇത്തിരി കുറഞ്ഞടി. പർപ്പിൾ കളറായി. അത്രയും ഇങ്ങനെ തണുത്ത് മരവിച്ച എന്താണെന്നറിയാം. എനിക്ക് തണുപ്പ് കൂടുമ്പോഴേക്കും എന്റെ കൈ പർപ്പിൾ ഷെയ്ഡ് ആയ പോലെ തന്നെ മുഖവും ഭയങ്കരമായിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും. നമുക്ക് ടാൻ അടിച്ച പോലുള്ളൊരു ഇത് തോന്നും. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് നല്ല കിടിലനായിട്ടുള്ള ഒരു സൺസെറ്റ് കിട്ടിയിട്ട് എന്ത് രസമാണ് നോക്കി കാണാനായിട്ട്. ഈ മരങ്ങളുടെ ഇടയിലൊക്കെ കൂടെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തലവേദനയും തുമ്മലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണി ഇതേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അൻവറിന്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവരപ്പുറത്തെ കടയിലുണ്ട്. ഇവിടെ അൻവറിനെ എന്തൊക്കെയോ വാങ്ങാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുക്കുട്ടൻ ഈ വണ്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ നീതു ഇരിക്കുന്നുണ്ട്. പച്ചക്കറി വേറെ വാങ്ങണം, ഇത് ഇത്ര മതി. മിസ്റ്റർ ഷെഫ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വാങ്ങിയതിന്റെ റേറ്റ് നമ്മള് പുള്ളിക്കാരൻ ഹിന്ദിയിലാട്ടോ പറഞ്ഞത് ഇത്ര രൂപ ആയി എന്നുള്ളത്. നമുക്കത് കേട്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എഴുതി കാണിച്ചു തന്നു. എന്നിട്ടാണ് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തിട്ട് ഇറങ്ങുന്നത്. നമ്മൾ പച്ചക്കറി വാങ്ങിയതിന്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ ഇതിങ്ങനെ സാധനങ്ങൾ എന്തോ പൊരിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ അവിടെ ജിലേബിയും ലഡു ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ലതാണെന്ന് നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ അത് രണ്ടും വാങ്ങിയിട്ട് പോകുമ്പോഴുള്ള വ്യൂ നോക്കി. ഇവിടെ രാത്രി കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഓരോ ലഡു കഴിച്ചിട്ട്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായി വരാനായിട്ട് മീൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. നമ്മൾ അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെ കല്യാണി ചേച്ചിയുടെ അണ്ടർടേക്കിങ്ങിൽ എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ഷെഫ് ചേച്ചി തന്നെയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് അങ്ങനെ റെഡിയായി. നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു. 2-3-4 കറികൾ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കൂട്ടി കഴിക്കുവാണ്. ഇപ്പോഴാണ് നമുക്ക് ഹോസ്റ്റലേഴ്സിൻ്റെയും ദൂരെ ജോലിക്ക് പോകുന്നവരുടെയൊക്കെ വിഷമം നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. ഈ കാണുന്നത് പിറ്റേ ദിവസമാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഗെയിം ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഫുള്ള് വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഇന്ന് നമുക്ക് രാത്രി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ടാവും. അതുകൊണ്ട് ഇവിടെ നേരത്തെ കാര്യങ്ങളെല്ലാം കൂട്ടി ആളുകൾ വീട്ടിൽ പോകും. സോ ഇപ്പൊ ചെല്ലുന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലിഫ്റ്റ് കയറാൻ പോയിട്ട് നമ്മൾ പട്ടി ചന്തക്ക് പോയ പോലെ ആയിപ്പോയി. അവിടെ ചെന്നപ്പോഴേക്കും ലിഫ്റ്റിന് പൈസ കൊടുക്കണം മാത്രമല്ല, നമ്മൾ ചെന്നപ്പം അവിടുന്ന് ലിഫ്റ്റിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പാണ്. ലിഫ്റ്റ് അവർ ക്ലോസ് ചെയ്തു. മേളിൽ ഇപ്പോൾ നമ്മൾ കയറി ചെന്നാലും മേളിൽ ഓൾറെഡി അവർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറെ വഴി കൂടെ കയറാൻ പോകണം. ഇന്നലെ നമ്മളെ കൊണ്ടുവന്ന് ആക്കി തന്ന ആ ഡ്രൈവർ നമുക്ക് വേറൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു റോഡുണ്ട്. ഇന്നലെ ആ റോഡിൻ്റെ വഴി അയാൾ പറഞ്ഞു തരാതിരുന്നുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് മുഴുവൻ ചവിട്ടി കയറിയത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ, നമ്മളിപ്പോൾ ഈ കയറുന്ന വഴിയും ആ മേളിലേക്കുള്ള മലയുടെ പൊക്കത്തേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പതിയെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് മേളിലെത്തി. പിന്നെ ഇങ്ങനെ നടക്കാനുള്ള റോഡാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആ കടയിൽ തന്നെ ആയിരിക്കുന്നത് കാരണം. ഇന്നലെ ഞങ്ങൾ ചിക്കൻ അല്ലേ വാങ്ങാൻ കയറിയത്. ചിക്കൻ കറി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കയറിയത്. പക്ഷെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയതാണ്. കറങ്ങി തിരിഞ്ഞ് മിക്കവാറും ആ കടയിൽ തന്നെയാണ് എത്താൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കഴിച്ചതും ദഹിച്ചു. നമുക്ക് മറ്റേ കടയുണ്ടോ ചിലപ്പം. നമ്മൾ 10-20 രൂപയ്ക്ക് മറ്റേ സാധനം മേടിച്ചില്ലേ, ആ കടയുണ്ടോ? ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്നലെ കയറിയത്. ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ, നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ. ഇതാണ് ഇന്നലെ പറഞ്ഞ കാറല്ലേ? അല്ല, സീച്ചേട്ടൻ പറഞ്ഞില്ലേ ഒരു കാർ നിർത്തിയിട്ടേക്കുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചില്ലേ. അപ്പം നമ്മൾ കാറ് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി എന്താ തിന്നാനുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ കയറിയപ്പോൾ നമ്മളോട് താഴത്താണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെ എന്താണെന്നറിയില്ല.
നമ്മളിപ്പോൾ താഴത്തേക്ക് പോവാണ്. താഴത്താട്ടോ ആക്ച്വലി നമ്മൾ ഇന്നലെ കയറിയത്. ഇന്നിപ്പോൾ നമ്മൾ നേരെ വന്ന് മേളിലുള്ള എന്തെന്ന് ഇതിനെ പറയുന്നത് മേളത്തെ നിലയിലേക്ക് കയറി. അപ്പോൾ ഇന്നലെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പച്ചക്കറിയാണല്ലോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇവിടെ കയറിയായിരുന്നു. പക്ഷേ 20 മിനിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞു അവിടെയല്ല നിങ്ങൾക്ക് താഴത്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇതൊരു വേറൊരു ലോകമാണ് ഇരുന്നത്. നല്ല റിസോർട്ട്, ഒരു ഫാമിലി ആട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞു. എന്താ ബട്ടർ ചിക്കൻ ഇപ്പം നമ്മുടെ മെയിൻ ഐറ്റം ആട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു നോർത്തിലേക്ക് പോകുമ്പം. അങ്ങനെ പിന്നെന്താ വേറെ പൊറോട്ട, തന്തൂരി പൊറോട്ട, അതെന്തൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ കല്യാണി ചേച്ചി വീണ്ടും ഒരു പണി ഒപ്പിക്കാൻ പോവാണ്. അവിടെ ഇരുന്ന പച്ചമുളക് എടുത്ത് ചവച്ചരച്ച് കഴിച്ചിട്ട് നീതുവിനോട് പറഞ്ഞത് കഴിക്കാം. അപ്പോൾ ചേച്ചി പറഞ്ഞ് കഴിക്കും, നല്ല ടേസ്റ്റ് ആണ്, മധുരമാണെന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് കഴിപ്പിച്ചു. ഇവളാണെങ്കിൽ അൻവറിന് കൊടുത്ത പണി കണ്ടിട്ടില്ല. കാരണം ഇവള് നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. അൻവറിനെ കൊണ്ട് പച്ചമുളക് തിരിക്കാൻ ശ്രമിച്ചത് ഇവർക്ക് അറിയാത്തതുകൊണ്ട് അവൾ പെട്ടെന്ന് 11 ആവാനായിട്ടുണ്ട് കേട്ടോ സമയം. എല്ലാ കടകളും ഏകദേശം ക്ലോസ് ചെയ്ത്, നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറക്കം വലിയ പ്രശ്നമില്ല. പൊന്നോ, ശ്വാസം നഷ്ടപ്പെട്ട എന്റെ 2ാമത്തെ ദിവസമാണ്. എല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പട്ടി അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്ത് കഷ്ടമാണ്. ആ പട്ടി അങ്ങനെ വന്നിട്ട് എല്ലാവരും ഞങ്ങൾ പല വഴിക്ക് ഓടി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല തണുപ്പുണ്ട് പുറത്ത്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങുമായിരിക്കും. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് ബാക്കിൽ ഒരു ഹിഡൻ ജെം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാട്ടോ കാണുന്നത്. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത്രയും നല്ല വ്യൂ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് കണ്ടിരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇവിടെ കൂടെ ഇങ്ങനെ വഴിയുണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അവിടെ ലോക്ക് ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് അവിടെ ആയിട്ടാണ് ഈ വ്യൂ ഉള്ളത്. അപ്പോൾ നമ്മളിത് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അലക്കിയിട്ട് 3 ദിവസം കൊണ്ട് ഉണക്കി എടുത്ത സ്വെറ്റർ ഇതേ ഞാൻ എടുത്ത് ധരിച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. മുടിയൊക്കെ ഇപ്പോൾ കെട്ടി നമ്മൾ റെഡി ആവാൻ പോവാണ്. മുടിയിലൊക്കെ മുഴുവൻ കെട്ടാണ്. ഹലോ, എവിടാ നീ? മാറിയോ? ബ്ലാക്ക്. ഓ നീ ജീൻസ് മാച്ച്. ഇത് ശരിക്കും കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ബ്ലാക്ക് ആണ്, ഈ സെയിം സാധനം തന്നെയാണ് ഇടാൻ പോകുന്നതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവളുടെ സെയിം ഷെയ്ഡിലുള്ള ജീൻസും ആ ബ്ലാക്ക് ടോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. ചെരുപ്പ് മീൻസ് ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ പോയ ആ ഒരു സ്ഥലത്ത് ഭയങ്കര പൊടിയായിരുന്നു. ബ്ലാക്ക് ഇടും, അപ്പൊ എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഇടൂ. കഴിഞ്ഞ ദിവസം ഇട്ടുള്ളായിരുന്നു ബ്ലാക്ക്. ജീൻസ് എല്ലാവരുടെയും ചെരുപ്പ് നോക്കി, കല്യാണി ചേച്ചിയുടെ ഷൂ നോക്കി. എവിടെ? ന്യൂ ഷൂസ്, ബ്യൂട്ടിഫുൾ. ചിലപ്പോ ഞാനായിരുന്നല്ലേ ഇതിന്റെ അകത്ത് ഏറ്റവും വയലന്റ്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നേ. പക്ഷെ എന്നെ കാട്ടി വയലന്റ് പട്ട് വേറൊരുണ്ട്. അന്ത പൊണ്ണുക്ക് വട്ടുതാ പറയാൻ പറ്റൂല. അപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്റെ പെട്ടി വലിച്ചോണ്ട് നോക്കുവാണ്. കഴിക്കാൻ വേണ്ടിട്ട് മാഗിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഇരുന്നോണ്ട് ആരുടെയും പെട്ടിയിൽ സ്ഥലമില്ല. എന്നാലും നമ്മൾ ഇത്രയും പാക്കറ്റ് വാങ്ങി വെച്ചാൽ, അതും വലിയ പാക്കറ്റ്. അപ്പം കല്യാണി ചേച്ചി പറഞ്ഞ് എടുത്തോളാം, നമുക്ക് എവിടെയെങ്കിലും കുത്തിക്കേറ്റ് വെക്കാന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ ഓരോരുത്തരുടെ ബാഗിൽ ഓരോ പാക്കറ്റ് മാഗി വെച്ച് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒട്ടും സ്ഥലമില്ല ആരുടെ ബാഗിൽ. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയമായപ്പോൾ തൊട്ട് എൻ്റെ മൈൻഡ് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ. ഇത്രയും ദിവസം നമ്മളിങ്ങനെ നിന്ന്, ഇത്രയും ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 4-5 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്രയും ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ആരും തന്നെ ഇല്ല കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ കുറച്ച് പേര് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പം ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. സോ നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സാധനങ്ങൾ ഷിംലയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്തിട്ട് കുഞ്ഞു ഐറ്റംസ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ ഒരു കുരങ്ങ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് നടക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങാനും തട്ടിപ്പറിച്ചോണ്ട് പോയി. വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ വാങ്ങിയ സാധനങ്ങളൊന്നും വെക്കാനായിട്ട് സ്ഥലമില്ല. ബാഗിലൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ട് ഇനി ഡൽഹി ചെന്നിട്ട് വേണം ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാൻ. നമുക്ക് കുറച്ചും കൂടെ ഐറ്റംസ് വാങ്ങാനുണ്ട്. ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കഴിയാ. സൈഡിൽ കൂടെ ഒരു സാധനം.
കേട്ടിരിക്കുക. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. മറ്റേ കൽക്കരി വെച്ചിട്ട് ഓടുന്ന പോലത്തെ ട്രെയിൻ പണ്ടത്തെ. അവനത് മതി. ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാ പറയണമെന്ന്. ഇത് മതി. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കി. ഇല്ല, ഒന്നുമില്ല. ഇത് മതി. ഇഷ്ടപ്പെട്ടോ? ഇത് മതി, കൊടുക്ക്. ഓക്കെ, ഇപ്പൊ വാങ്ങിത്തരാം. അങ്ങനെ നമ്മൾ റെയിൽവേയുടെ തന്നെ ക്യാൻറ്റീനിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നേ. പക്ഷേ ചപ്പാത്തിയും മറ്റേ ബസ്മതി റൈസ് ഒക്കെ തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വയറ് നിറച്ച ഫുഡ് കഴിച്ചു. നമ്മൾ ആക്ച്വലി നേരത്തെയാണ് എത്തിയത്. നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ടൈമിന് ചെക്ക് ഔട്ട് ചെയ്ത് കുറച്ച് നേരത്തെ എത്തി. ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചു. ഇപ്പൊ കമ്പാരിറ്റീവ്ലി മുന്നത്തെക്കാളും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബോഗി അത് അവിടെ എവിടെയാണെന്നാണ് എൻ്റെ എനിക്ക് വരാം. സോ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മള് ടോയ് ട്രെയിനിൽ കയറും. അങ്ങനെ നമ്മളിതേ ടോയ് ട്രെയിനിൽ കയറിയിട്ട് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ടോയ് ട്രെയിനിൽ കയറണം എന്നുള്ളത്. ഞാൻ കുറേ പേരോട്, അതായത് കസിൻസിനോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഊട്ടിയിൽ പോകാം. കുറേ വട്ടം എനിക്ക് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഇന്ന് നടക്കുവാണ്. പിന്നെ ഇവിടെ കുറേ തുരങ്കങ്ങളുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു തുരങ്കങ്ങൾ, ഇഷ്ടംപോലെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ട്രെയിൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ തണുപ്പ് എനിക്ക് പറ്റുന്നില്ല. മഞ്ഞുള്ള സമയത്താണ് പിന്നെ പറയൂ. ഞാനിതിന്റെ മേലേക്ക് നോക്കിയതേ ഇങ്ങനെ ഗ്ലാസിന്റെ വിൻഡോസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മേലെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഇങ്ങനെ സീനറി ഒക്കെ കണ്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. പക്ഷെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ബോറടിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഭയങ്കര സ്ലോയിലാണ് ഇത് പോകുന്നത്. കുറച്ച് നേരത്തേക്ക് ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ്. ട്രെയിനിൽ പൊക്കെയൊക്കെ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യാനുണ്ട്. ആ ട്രെയിൻ അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്നവരെ ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിടും. അപ്പോൾ നമ്മളോട് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് പുറത്തിറങ്ങിക്കോളാം പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചാടി പുറത്തിറങ്ങിയതാണ്. മറ്റേ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ടു. ഈ മന്ദം വരുന്ന മന്ദാകിനി ട്രെയിനിനെയാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ സ്ലോയിൽ വന്നത് ഞാൻ പിന്നെ സ്പീഡിലാക്കിയിട്ട് കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ പാസ് ചെയ്ത് പോയി. ബുക്കില്ല, പക്ഷേ ഞങ്ങളിവിടെ മീൻ പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അവിടെ ഷിപ്പിൽ നിന്ന് ഇവർ വാങ്ങിയതാണ് കേട്ടോ. മീൻ പൊരിച്ച് ഞങ്ങൾ മീൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ വയറ് നിറഞ്ഞു. ഇത്രയും വട്ടം ഇവർ എന്നെ മീൻ കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഫിഷിനെ പിടിച്ചോണ്ട് അവർ ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. കാരണം അവരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതിനെ കൊണ്ട് മീൻ ഫ്രൈ ചെയ്ത് തന്നു, കറി വെച്ച് തന്നു. എത്ര ഡിഷസ് അവൻ എനിക്ക് അവിടെ വെച്ച് ഉണ്ടാക്കി തന്നു എന്നറിയോ. അതെല്ലാം എന്നെ കളിക്കുവാണ്. കഴിക്ക് ചേച്ചി എന്ന് പറഞ്ഞത്. അങ്ങനെ സന്ധ്യയായി, രാത്രിയായി, വീണ്ടും വിശപ്പ് വന്നു. ട്രെയിൻ എവിടെയോ നിർത്തിയപ്പോഴേക്കും ചോല ഭട്ടൂര ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി. സോറി, നിങ്ങൾക്ക് ബട്ടൂരെ കഴിച്ചോളൂ കേട്ടോ. ഞാൻ ബർഗറാണ് കഴിക്കാൻ പറ്റും. ബണ്ണ് കൊള്ളാം. എന്തൊക്കെ ഇറങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഉറങ്ങിയതാ. സിനിമ കണ്ടോണ്ടിരിക്കുവാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോ അങ്ങനെ കാണാലോ. നമ്മൾ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ ഇറങ്ങി. ആ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ട്രെയിൻ ഇവിടെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടം വരെ മാത്രമേ അങ്ങനെ ഉള്ള ആളുകളെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ട് നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ള ക്യാൻറ്റീനിൽ കയറിയേക്കും. അതായത് പൊറോട്ട അല്ല റൊട്ടി, സോയ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇവിടെ. രണ്ട് സോയാബീൻ കറി. അപ്പോൾ ഓൾറെഡി ഒരു സോയാബീൻ കറി അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്ന് ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ കല്യാണി ചേച്ചി പറഞ്ഞു, ഇടി അടിപൊളി കറിയാണ്, ഞങ്ങളൊരു പ്ലേറ്റ് ഇപ്പം തന്നെ തീർത്തു, നീ കഴിച്ചു നോക്ക്, സൂപ്പർ സോയാബീൻ ആണ്. എന്നിട്ട് വായി വെച്ചിട്ട് എൻ്റെ ദൈവമേ തുപ്പണോ ഇറക്കണോ എന്നുള്ള ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ ചിക്കനും അധികം വേവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ്, മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ പെട്ടിയിരിക്കുന്നത് നോക്കി. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. വയറൊക്കെ നന്നായിട്ട് ഫില്ലായി. വിശക്കൂലെന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ 6 മണിയാകുമ്പോഴാണ് നമ്മൾ ഡൽഹിയിൽ എത്തുള്ളൂ. ട്രെയിൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. സോ നമുക്ക് ബാഗൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ അവിടെ ഇരുന്നാൽ പിന്നെ ട്രെയിൻ എടുക്കുമ്പോൾ അങ്ങ് സുഖമായിട്ട് പോവാമല്ലോ. ട്രെയിനിൽ കയറാൻ പോകാനുള്ള ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ. ആൻഡ് AC കമ്പാർട്ട്മെന്റ് ആണ്. സോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ട്രെയിനിൽ ഓടിപ്പടിച്ച് കയറി മീഷോന്ന് വാങ്ങിയ സീതാരാമം സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ കണ്ണ് കോരിത്തിരിച്ച് പോയിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കി, നമ്മുടെ സീറ്റ് വേറെ സ്ഥലത്താണ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ പലതും പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ 2 ബെർത്തുകളാണ് നമുക്കുള്ളത്. താഴെ ഞാൻ മേലെ നീതുവാണ് കേട്ടോ കിടക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണമെന്ന് തോന്നി. ഇപ്പോൾ വെള്ളം വാങ്ങാൻ ഇറങ്ങി. ഞങ്ങൾ വെള്ളം വാങ്ങാൻ പോവാണ്. ബ്ലാക്കും ബ്ലൂവും നമ്മൾ എന്താ പറയാന്നറിയോ? നമ്മളെന്താന്നറിയോ? ബ്ലാക്കീസ്. 3 ബോട്ടിൽ പാനി മേടിച്ച് വാങ്ങി. ഇനി നമ്മൾ എവിടെ ഇറങ്ങി? അവനവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളവിടെ നോക്കൂത്തിന്ന് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒരാള് ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്നു.
മനസ്സിലാവും. അതെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇതിന്റെ ചാട്ടമൊക്കെ. ഞാൻ പിടിക്കാം. കയർക്ക്. നമ്മൾ ആദ്യം കൊതിപ്പിച്ച സ്ഥലം. നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ ഇപ്പോൾ സമയം ഒരു 9:15 ആയിട്ടുണ്ട്. 6 മണിക്ക് ഡൽഹിയിലെത്തുന്ന ട്രെയിനായിരുന്നു. ഇപ്പൊ മണി 9:15 ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 9 മണിയുടെ ഫ്ലൈറ്റ് എങ്ങാനും നമ്മൾ ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ അതെ തെക്ക് വടക്കായി പോയേനെ. എന്റെ നീതുവിന്റെ കൂടെ ഫുള്ള് ഹിന്ദിക്കാരി ഫാമിലീസ് ആയിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ഈ ഒരു ഒറ്റ ബർത്തിൽ 2 പേര് വെച്ചിട്ട് അവിടെ കിടന്നിട്ടുണ്ട്. കല്യാണ ചേച്ചി സീച്ചേട്ടും അപ്പുക്കുട്ടനും അൻവറൊക്കെ അപ്പുറത്തായിരുന്നു. ബാക്കി കണ്ടു തീർത്തിപ്പം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളിപ്പോ വന്ന ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നത് സൂപ്പർ സ്ലോ ആണ്. സൂപ്പർ സ്ലോ. 3.25 മണിക്കൂറാണ് ലേറ്റ്. ഇവിടെ തണുപ്പുണ്ട് ചെറുത്, പക്ഷെ ഫുൾ ഭയങ്കര എയർ പൊല്യൂഷൻ ആട്ടോ. ഞാൻ പിടിച്ചോളാം. നേരെ നടക്കും. ഇവിടെ നിന്ന് കടലക്കറിയുടെ പണം വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. കടലക്കറിയല്ല, കടലെന്തോ പുഴുകുന്ന കടലയോ പരിപ്പോ എനിക്കെന്തോ കിട്ടിയിരിക്കും. ഭയങ്കര വിശന്നിരിക്കുന്ന സമയമായിട്ടത് കിട്ടിയപ്പോഴേക്കും അയ്യോ വിശപ്പൊന്നും കൂടി. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ്. നമ്മളിപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ചായ ഞങ്ങൾ കുറച്ച് ചായ കുടിക്കാന്ന് വിചാരിച്ചു. കുറച്ച് മീൻസ് ഓരോ ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു. എല്ലാരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചില്ല എന്നാണെങ്കിൽ തലവേദന വരും. കൊള്ളാവോ? നാക്ക് നല്ല അസലായിട്ട് പുള്ളി, പക്ഷെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഡൽഹിയിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ഐഡിയയും ഇല്ലാതെ കുറച്ച് പേര് ഇങ്ങനെ കുറെ നേരമായിട്ട് നിൽക്കുവാണ്. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. എന്നുവെച്ചാ നിങ്ങൾ നിക്ക്, ഞാൻ പോട്ടം. അയാളൊരു ബ്രേക്ക് പിടിച്ച സീനാവും എന്റെ മുഖം. എന്റെ ഒരു നിഗമനം, ഇപ്പൊ നമ്മൾ ലാജ്പത് നഗറിലാണ് നിൽക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ വന്ന വണ്ടിയില് ഊബറിന്റെ ചേട്ടൻ അയ്യോ ഇത് തുറന്ന് എനിക്ക് വെക്കണം. നമ്മുടെ സാധനങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടോ. കാരണം ആ ചേട്ടൻ തന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഇവിടെ അടുത്തൊരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. കടയുടെ പേര് സാമ്പാർ പൊട്ട് എന്നാണ്. സാമ്പാർ പൊട്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കാം. കുറെ കാർട്ടൂൺ ഇമേജസ് പിള്ളേർ കളർ ചെയ്തത് ഇവിടെ മതിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ അവൻ എന്നെ അടിക്കുന്നു, ഇടിക്കുന്നു, വെടിവെക്കുന്നു, കളിക്കുമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. ഈ ചെറുക്കനെ ഞാൻ പിടിച്ചെടുത്തിട്ട് അടിക്കും കണ്ടോ. കൈക്കിടത്തി ഉറക്കും ഞാൻ. ഇതല്ല അവളുടെ ഡയലോഗാ. അവളുടെ ഡയലോഗാ പഠിപ്പിച്ച ഡയലോഗ് പറഞ്ഞ്. അപ്പൊ അവരെല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുക്കുട്ടനെ കളർ ചെയ്യണമായിരുന്നു. അവരൊരു ഇങ്ങനെ കാർട്ടൂൺ ഇമേജ് ചോട്ടാ ഭീമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കളർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവൻ എന്നെ വിളിച്ചോണ്ട് ഇവിടെ വന്നിരുന്നിട്ട് കളർ ചെയ്യും. ഇവിടെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ ഒരു കടയിൽ. കുറെ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ പിള്ളേരെ വരച്ചേക്കുന്നത്. നമുക്ക് നന്നായിട്ട് ചെയ്യുമ്പോ നമ്മളുടെ ഫോട്ടോ അവിടെ വെക്കും. നന്നായിട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ആക്ക്. ഫിനിഷ് ആക്ക്. അങ്ങനെ എന്റെ ഫുഡ് വന്നപ്പോഴേക്കും കല്യാണി ചേച്ചി എന്നെ വിളിച്ചോട്ടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കല്യാണി ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പൊടി ഇഡ്ഡലിയാണ്. ഇവിടെ ഞാൻ ലൈവ് സംസാരിച്ചത് കട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ മ്യൂസിക് ഉണ്ട്. ഇനി അതും കോപ്പിറൈറ്റ് കിട്ടുമോന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അതും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ആ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അത് കഴിഞ്ഞപ്പോൾ ദേ വരുന്നത് നമ്മുടെ അപ്പുവിന്റെ സ്പെഷ്യൽ ഐറ്റം. ഇത് യൂണിക്കോൺ ദോശ എന്നായിരുന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന്റെ പേര് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കഴിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോന്നു. വഴുതികൾ നടന്ന് തിന്നോണ്ടിരിക്കുക. വിശന്നു പോയി. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചേ, പക്ഷെ പ്ലെയിൻ എന്തോ കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കാം. നാട്ടിലെ 2 ബിരിയാണി തിന്നിട്ട കാശാ. ശരിയാണ്ട് വിലയാ. പോയില്ലായിരുന്നെങ്കിലോ തൊട്ട് വളവിന് നമുക്ക് കാത്തിരിപ്പുണ്ടായിരുന്നു. എന്ത് ഫുഡ്? നമ്മൾ വന്ന ട്രെയിനോ ലേറ്റ് ആയിരുന്നു. ഇപ്പൊ അതേ 1 മണിക്കൂറിന്റെ അടുത്ത് നമ്മുടെ ഫ്ലൈറ്റും ലേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ 1-2 ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതേ ഫ്ലൈറ്റിൽ കയറി പെട്ടിയിൽ വെക്കാൻ സ്ഥലമില്ലാതിരുന്ന കൊണ്ട് ഈ ജാക്കറ്റ് ഫുൾ ടൈം കയ്യിൽ പിടിച്ചോണ്ടാട്ടോ യാത്ര ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നല്ല തണുപ്പ് തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്താൽ രാത്രി സീനറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഇവരിങ്ങനെ ഗ്ലാസ് ഒക്കെ നോക്കുവാണ്. എന്റെ കിളി ഓൾറെഡി പോയിരിക്കുവാണ്. എല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ്. ചേച്ചി അവന്റെ ജാക്കറ്റ്. ഓക്കെ, പോയിട്ട് വരാം. ബൈ.
ഓക്കെ ബൈ. അടിപൊളി ദിവസങ്ങളായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും വീട്ടിൽ പോവാണ്, ഞാനും വീട്ടിൽ പോവാണ്. ബൈ ബൈ.